കയ്പ്പക്ക കൊണ്ട് ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കയ്പ്പക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും ഇഷ്ടമാണ്, എന്നാൽ ഇതിനോടൊരു ഇഷ്ടം കൂടുതലാണ്. നല്ല ടേസ്റ്റുമാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ കയ്പ്പക്ക വൃത്തിയാക്കി ഇതുപോലെ നീളനെയുള്ള കഷ്ണങ്ങളായിട്ടാണ്, തീയെ നേരിയതാകാൻ പാടില്ല, കുറച്ച് തടിച്ച കഷ്ണങ്ങളായിട്ട് മുറിച്ചിടണം. പിന്നെ ചട്ടിയിലേക്ക് ഇട്ടു. മൺചട്ടിയോ ഇരുമ്പ് ചീൻചട്ടിയോ ഒക്കെയാണ് ഇതിന് നല്ലത്. ചെറുതീയിൽ വേവിച്ചെടുക്കേണ്ടത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ അടച്ചു വെച്ച് വേവിക്കുക. ആദ്യം കുറച്ച് തീ നല്ലോണം കത്തിച്ച് തിളപ്പിച്ചെടുക്കുക. പിന്നെ തീ കുറച്ച് വെച്ച് ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാൻ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. എല്ലാം ഇളക്കി തട്ടിപ്പൊത്തി അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുക. വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി ഒരു മുക്കാൽ വേവാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ട കെട്ടിയിട്ടാണ് ഉള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം ഇളക്കി തട്ടിപ്പത്തി അവിടെ തന്നെ വെച്ച് ചെറുതീയിൽ അങ്ങനെ മുരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഇളക്കിയെടുത്തു. കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. ഞാൻ അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ചിലവർ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഡ്രൈ ആക്കി മുരിച്ചെടുക്കുക. ഈ പാകത്തിൽ വാങ്ങുന്നുണ്ട്. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിനധികം കയ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു.